എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭാഗ്യവചന ധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരനായ ക്രൈസ്തവ നേതാവായിരുന്നു ജോസഫ് ബാപ്റ്റിസ്റ്റ. 1864 മാർച്ച് 17 മുംബൈയിൽ ക്രിസ്ത്യൻ കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചു. ക്രിസ്തീയ വിശ്വാസത്തിൽ ഭക്തിയോടെ വളർന്നു. ബാല്യത്തിൽ തന്നെ അദ്ദേഹം സത്യസന്ധതയിലും നീതിയിലും ഉറച്ചു നിന്നു. തൻ്റെ ക്രൈസ്തവ ദർശനങ്ങൾ സമൂഹത്തിൻ്റെ പൊതുനന്മയ്ക്കായി പ്രവർത്തിക്കുന്നതിന് അദ്ദേഹത്തിന് പ്രേരണ നൽകി. ജോസഫ് ബാപ്റ്റിസ്റ്റ ലോകമാന്യ ബാലഗംഗാധര തിലകിനോടും ആനി ബെസന്റിനോടും ചേർന്ന് 1916 ഹോം റൂൾ മൂവ്മെന്റ് സ്ഥാപിച്ചു. സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് ജോസഫ് ബാപ്റ്റിസ്റ്റയാണ്. ബാലഗംഗാധര തിലക് പിന്നീട് അതിന് പ്രചാരണം നൽകി. 1920 ലാലാ ലജ്പത് റായിയോടൊപ്പം ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിച്ചു. തൊഴിലാളികൾക്കും പോസ്റ്റ്മാൻമാർക്കും മറ്റും അവകാശങ്ങൾ നേടിക്കൊടുക്കുവാൻ അദ്ദേഹം മുൻനിരയിൽ നിന്ന് പോരാടി. 1925 മുംബൈയുടെ മേയറായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ജോസഫ് ബാപ്റ്റിസ്റ്റയുടെ ജീവിതം യേശുക്രിസ്തുവിന്റെ വഴികളോട് ഏറെ സാമ്യമുള്ളതായിരുന്നു. യേശുതമ്പുരാൻ പറഞ്ഞു, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അതുപോലെ ബാപ്റ്റിസ്റ്റയും തൊഴിലാളികളുടെ നീതിക്കായി തൻ്റെ ജീവിതം സമർപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 37-ാം വാക്യം, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. ജോൺ ബാപ്റ്റിസ്റ്റും സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച് നീതിക്കും സ്വാതന്ത്ര്യത്തിനുമായി ഉറച്ചു നിന്നു. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 21-ാം വാക്യം, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ. ബാപ്റ്റിസ്റ്റും തൻ്റെ ക്രൈസ്തവ വിശ്വാസം കൈവിടാതെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും പൊതുവായ നീതിക്കും വേണ്ടി പ്രവർത്തിച്ചു. വിശ്വാസത്തിൽ ദൃഢരാകുക, എന്നാൽ സമൂഹത്തിന്റെ നന്മയ്ക്കും ദേശത്തിന്റെ ഐക്യത്തിനും വേണ്ടി നാം ജീവിക്കുക. ദരിദ്രരുടെയും ബലഹീനരുടെയും ശബ്ദമാകുക. നീതിയും സത്യവും വിട്ടുകൊടുക്കാതെ അതിനുവേണ്ടി നിലകൊള്ളുക. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. മീഖാ പ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യം, മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാ തൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.